ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുണ്ടായ കപ്പയാണ്, അതുകൊണ്ട് നന്നായി വേഗം, നല്ല രുചിയുണ്ട്. കപ്പ നമുക്ക് വേരില്ലാതെ നുറുക്കിയെടുക്കാം. ഇതുപോലെ നടുവേ പിളർന്നിട്ട് അതിൻ്റെ നാരെടുത്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് നാര് നടുക്ക് നിർത്തിക്കൊണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കപ്പ കൊത്തി നുറുക്കുകയും ചെയ്യാം. നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ ഒരു അരമുറി തേങ്ങ, ഒരു 10-12 കാന്താരി മുളക് ഇല്ലെങ്കിൽ ഒരു 3-4 പച്ചമുളകാണെങ്കിലും മതി. ഒരല്ലി വെളുത്തുള്ളി, അത് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. 3-4 ചെറിയ ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനത്തിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഉപ്പ് ഇതിനകത്ത് കുറച്ച് ചേർത്താൽ മതി, നമ്മൾ കപ്പ തിളപ്പിക്കുമ്പം അതിനകത്ത് ഉപ്പിടുന്നുണ്ട്. ഇതൊരു പാത്രത്തിൽ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നുറുക്കിയ കപ്പയിട്ട് കൊടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, ഇത്ര സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇതായിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു കപ്പ. ഇനി നമുക്കതിൽ നിന്ന് വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ ഊറ്റി കഴിയുമ്പോൾ ആ ചൂട് കപ്പയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കപ്പപ്പുഴുക്ക് റെഡിയായി.